കമ്മ്യൂണിക്കേഷൻ ടിപ്സ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലിസണിങ്ങിനെ കുറിച്ചാണ്. നോക്കൂ, നമ്മളൊരു ക്രൗഡഡ് പ്ലേസിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അയാളുമായിട്ട് നമ്മൾ കുറച്ച് നേരമെങ്കിലും എന്തെങ്കിലും ആശയവിനിമയം സക്സസ്ഫുള്ളായിട്ട് നടത്തും. ഈവൻ ദോ അവിടെ ഒരു ഒത്തിരി നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും. അതേസമയം നമ്മൾ വീട്ടിൽ വേറെ തിരക്കൊന്നും ഇല്ലാതിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അച്ഛനോ അമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യയോ ഭർത്താവോ നമ്മളോട് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ തിരിച്ചു വന്നിട്ട് ചോദിക്കും, അയ്യോ അതെപ്പോൾ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയും. ഇവിടെ വ്യത്യാസം മനസ്സിലായോ? ക്രൗഡഡ് പ്ലേസിൽ നമ്മൾ മറ്റൊരാളായിട്ട് ആശയവിനിമയം നടത്തുകയും നമ്മൾ വീട്ടിൽ വേറെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് നടത്തുന്ന ആശയവിനിമയം തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെ ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനിൽ ലിസണിങ് ഇല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. നമ്മൾ പറയുന്നത് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. അതാണ് ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ലിസണിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ വാക്സ് ഓഫ് അവർ ലൈഫ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ ഒരു പ്രൊഫസർ ആണെങ്കിലോ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിലോ ഒരു കൗൺസിലർ ആണെങ്കിലോ നിങ്ങളൊരു ലോയർ ആണെങ്കിലോ നിങ്ങളൊരു ലീഡർ ആണെങ്കിലോ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, പഠിപ്പിക്കുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റ് പറയുന്നത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലിസൺ ടു ദെം. നല്ലൊരു ലീഡർ അയാളുടെ ഫോളോവേഴ്സിനെ യു ഹാവ് ടു ലിസൺ ടു ദെം. ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെം. ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പരസ്പരം ശ്രദ്ധിക്കണം, പരസ്പരം ഫോക്കസ് ചെയ്യണം, പരസ്പരം യു ഹാവ് ടു ലിസൺ ടു ഈച്ച് അതർ. എന്നാലേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുള്ളൂ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ദ പേഴ്സൺ ഹൂ ഈസ് റെഡി ടു ലിസൺ ടു യു. നിങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. നമ്മളൊരു കോൺഫ്ലിക്റ്ററി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് സോൾവ് ആവാൻ ബുദ്ധിമുട്ട് വരുന്നത്? മറ്റാൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയുന്നതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഒരാൾ നമ്മളടുത്ത് വന്ന് പറയുന്നു എന്നൊക്കെയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അയാൾക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. അതേസമയം അവരെന്താണ് അവരുടെ പ്രശ്നം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവർക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു പ്രാക്ടീസ് ഫോക്കസിങ്. നമുക്കൊരു ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് നമുക്ക് ഒരു അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരാൾക്ക് കൊടുക്കാവുന്നത് ഗിഫ്റ്റ് ഓഫ് ബീയിങ് ഹേർഡ്. അവർ പറയുന്നത് എന്താണെന്ന് കുറച്ച് നേരം ശ്രവിക്കുക. എന്നാൽ തന്നെ അതൊരു വലിയൊരു അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിരിക്കും. ഞാൻ പറയുന്നത് നമ്മൾക്ക് രണ്ട് ചെവിയും ഒരു വായയും തന്നിരിക്കുന്നത് എന്തിനാണ്? കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്സിനേക്കാളും കൂടുതൽ ലിസണിങ് വർക്ക്ഷോപ്സാണ് പ്രിഫർ ചെയ്യുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഞാൻ മറ്റൊരു വീഡിയോയായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.